ഫെയിലിയർ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടൈം ഈ ഒരു വേർഡിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവാം. ഒരു വലിയ മോൺസ്റ്ററിനെ പോലെ ഇത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വലിയ രൂപത്തിൽ വന്ന് നിൽക്കും. ഇത് കാരണം പല കാര്യങ്ങളും നമ്മൾ ചെയ്യത്തില്ല. ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ഫിയർ ഓഫ് ഫെയിലിയർ അതിനെ എങ്ങനെ ഡീൽ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലായിരിക്കും നമുക്കത് മാറുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫെയിലിയർ ഈസ് നോട്ട് ദ എൻഡ്, ഇറ്റ്സ് എ സിഗ്നൽ. ഇതൊരു സിഗ്നൽ തരും നമുക്ക് എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ആക്ച്വലി ഒരു സിഗ്നലാണ് ഇത് തരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും ഈ ഒരു പേടി നമുക്കുണ്ടാകും. നമ്മൾ തോറ്റു പോകുമോ എന്നുള്ളൊരു പേടി. എന്നാൽ ഞാൻ ഒരു സത്യം പറയട്ടെ, ആക്ച്വലി ഇത് തോറ്റു പോകുമോ എന്നുള്ളൊരു പേടിയല്ല നിങ്ങൾക്ക് വരുന്നത്. പകരം മറ്റുള്ളവർ നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കുമെന്നുള്ളൊരു പേടിയാണ്. നിങ്ങൾ ആ കണ്ണുകളെയാണ് ഭയക്കുന്നത്, നമ്മളെ കുറ്റപ്പെടുത്തലുകളെയാണ് ഭയക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് തോറ്റു പോവുക എന്ത് സാധനം, തോറ്റൽ എന്താ, അതിനെ നമ്മൾ പേടിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഫിയർ ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ ഫെയിലിയർ, തോൽവി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ കണ്ണിൽ കാണുന്നത്? നിങ്ങൾക്ക് എന്താ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിന് ഫെയിലിയറിന് എന്തെങ്കിലും പിക്ചർ കാണുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ കാണുന്ന പിക്ചർ അവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, ഇവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, നിങ്ങൾ കരയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നേടാൻ പറ്റാതായി പോകുന്നത്, ഈ സംഭവങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഈ ഫെയിലിയർ എന്ന് പറയുന്നതിന് പിക്ചറൊന്നുമില്ല. അപ്പോൾ ഇതിന് നമുക്കപ്പോൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് കുറച്ച് ടിപ്പുകളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാർട്ട് ബിഫോർ യു ഫീൽ റെഡി. നിങ്ങൾ റെഡി ആവുന്നതിന് മുന്നേ തന്നെ അത് ചെയ്ത് തുടങ്ങണം. നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത് അത് ചെയ്യുമ്പോൾ മാത്രമാണ്. ചെയ്യാതിരുന്നിട്ട് എന്തെങ്കിലും കോൺഫിഡൻസ് വരുമോ, അല്ലെങ്കിൽ അത് ഫെയിൽ ആകുമെന്ന് നമുക്ക് തോന്നുമോ? ഇല്ല. സ്റ്റാർട്ട് ചെയ്യണം, പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ അതിനെപ്പറ്റി ഓവർ തിങ്കിങ് ചെയ്ത് അതിനുവേണ്ടി ടൈം കളയുന്നതിന് മുന്നേ ഈ സാധനം ചെയ്തിരിക്കണം. നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ പരിപാടി ചെയ്യണം. അപ്പോൾ ആ പേടി കുറയും, നമുക്കൊരു കോൺഫിഡൻസ് വരും, ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ ഈസ് ബ്രേക്ക് ബിഗ് ഫിയർ ഇൻറ്റു ടൈനി സ്റ്റെപ്സ്. അതായത് നമ്മളൊരു വലിയൊരു കാര്യത്തെയാണ് ഭയക്കുന്നത്. ഓക്കെ, ഈ ഭയക്കുന്ന സാധനം അതിലേക്ക് ആ കടമ്പ കടക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്താലായിരിക്കും അത് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് IAS എക്സാം ക്രാക്ക് ചെയ്യണം, അതിനെ നമ്മൾ പേടിക്കുകയാണ്. ആ എക്സാം എഴുതിയാൽ തോക്കുമെന്ന്. അതിന് മുന്നേ കുറേ സ്റ്റെപ്പുകളുണ്ട് അല്ലേ? നമ്മളവിടെ പോകണം, നമ്മൾ പഠിക്കണം, നമ്മൾ അതിന് വേണ്ടിയിട്ട് എൻട്രൻസ് എഴുതണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈവൻ ഫസ്റ്റ് നമ്മളൊരു ഗോളെങ്കിലും സെറ്റ് ചെയ്യണം, എങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെല്ലാം നമ്മൾ ഭയന്ന് ഏറ്റവും വലിയ സംഭവം ഭയം ആയതുകൊണ്ട് ബാക്കി ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ അതിന് ചെറിയ ടൈനി സ്റ്റെപ്പുകൾ നമ്മൾ പതിയെ എടുത്ത് നോക്കും, പതിയെ ബേബി സ്റ്റെപ്പുകൾ എടുക്കുക. ജയിക്കുകയോ ജയിക്കത്തില്ല അതൊക്കെ പിന്നത്തെ കാര്യം. ഫസ്റ്റ് നമ്മളതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ലോകത്ത് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ടെടുത്ത് വെക്കാത്ത ഒരാളും ജയിച്ചിട്ടില്ല. തനി ആർക്കും ഒന്നും ജയിച്ച് അയ്യോ ഇന്ന് വെറുതെ ഇരുന്നേക്കാം ഞാൻ അങ്ങ് ജയിക്കും, സത്യം പറഞ്ഞ ഒരു കാര്യവും ചെയ്യാതെ ഈ ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്ന സാധനം കാരണം പല കാര്യങ്ങളും പല ആൾക്കാരും ചെയ്യത്തില്ല. എന്നിട്ട് അവർ ആ കംഫോർട്ട് സോണിൽ തന്നെ ജീവിക്കുവാണ്. എന്നിട്ട് അവർ പറയണം അവർ സക്സസ് ആണെന്ന്. ശരിക്കും ആലോചിച്ച് നോക്കിയേ, അതിന് വേണ്ടിയിട്ടുള്ള വേദന എടുത്തിട്ടുള്ളവർ, ആ ഒരു പെയിനിൽ കൂടെ കടന്നു പോയി ആ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തവരല്ലേ ശരിക്കും സക്സസ്ഫുൾ. അപ്പോൾ അവർ ഫെയിലായി കാണും അല്ലെങ്കിൽ വിന്നായി കാണും. പക്ഷേ ആ ഫെയിലായിട്ടുള്ളവരും സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ്. കാര്യം അവർ ആക്ഷൻ എടുത്തവരാണ്. നിങ്ങൾ അതിലുള്ള ഒരാളാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, വെറുതെ ഇരിക്കരുത്. അതാണ് സെക്കൻഡ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഫെയിൽ ഓൺ പർപ്പസ്. അതായത് നമ്മളുടെ ബ്രെയിനെ നമ്മളൊന്ന് കൺഫ്യൂസ് ചെയ്യിക്കണം, ബ്രെയിൻ്റെ അടുത്ത് മനസ്സിലാക്കി കൊടുക്കണം. ഫെയിലിയർ എന്ന് പറയുന്നത് സേഫാണ്, അതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനത് ചെയ്യാൻ പോവുകയാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുക. ഒരു റീൽ എടുത്തിടുക, നമ്മളെന്തെങ്കിലും ഒരു പോസ്റ്റ് ചെയ്യുക, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യുക, എല്ലാം നമ്മൾ ചെയ്യുക. നമ്മളത് മിണ്ടാതെ നമ്മൾ ചെയ്യാതെ ഇരിക്കരുത്, ജസ്റ്റ് ഒന്ന് ചെയ്യുക. ബ്രെയിൻ്റെ അടുത്ത് ഇത് സേഫ് ആണെന്നുള്ളത് ബ്രെയിന് പതിയെ മനസ്സിലാക്കിക്കോളും. അത് പേടി കാരണം ബ്രെയിൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കും. പക്ഷെ നമ്മളിത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് ബ്രെയിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് തേർഡ് വൺ. ഫോർത്ത് വൺ ഈസ് സ്റ്റോപ്പ് ടേക്കിംഗ് ഒപ്പീനിയൻ. നമ്മൾ ആരുടെ ഒപ്പീനിയൻ അധികം എടുക്കരുത്. അതെങ്ങനെ ഉണ്ടാവും, ഇതെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കരുത്. ഇങ്ങനെ പോയി ചോദിക്കുമ്പോഴത്തേക്ക് അവരുടെ അറിവിൻ്റെ ലിമിറ്റേഷൻ അനുസരിച്ച് അവർ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരും. അവർക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഇപ്പം നമ്മുടെ പേരൻസ് ആരായിക്കോട്ടെ, ഇപ്പം ഞാനായിക്കോളൂ, എൻ്റെ അറിവിനുള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ അല്ലേ? അത് കൂടുതൽ എനിക്കറിയത്തില്ല. എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. അപ്പോൾ ഒപ്പീനിയൻ നമ്മൾ ആവശ്യമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയി ഞാൻ ചെയ്തോട്ടെ, ഇതിങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു, നീ അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പോയി ചോദിക്കും. ഇപ്പം ഇവർ ഓൾറെഡി ഇത് പേടിച്ചിട്ട് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പറയും മക്കളെ ചെയ്യല്, അത് ചെയ്താൽ ഭയങ്കര
ഭയങ്കര പ്രശ്നമാണ്. അവർ മറ്റേ ഇല്ല ജ്യോതിഷത്തിൽ സംഭവം എടുത്ത് ധനനഷ്ടം മാനഹാനി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പീഡിപ്പിക്കും. അപ്പോൾ പേഴ്സണൽ നമ്മൾ ഒപ്പീനിയനും കാര്യങ്ങളൊന്നും ആരടുത്തും പോയി എടുക്കരുത് എന്നുള്ളതാണ്. ദെൻ ചേഞ്ച് യുവർ ഇന്നർ ടോക്ക്. അതായത് അഫർമേഷൻ ആയാലും നമ്മൾ മനസ്സിൽ പറയണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അയ്യോ തോക്കോ എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യോ അത് ചെയ്ത് ശരിയാകുമോ, ഇത് ചെയ്ത് ശരിയാകുമോ, ഒരു മൈൻഡിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവത്തില്ലേ, അതെല്ലാം പോസിറ്റീവായിട്ട് പറയാൻ പറ്റും. അതായത് എനിക്കിത് ചെയ്യാൻ പറ്റും, എന്തായാലും ഞാനിതൊന്ന് ചെയ്ത് നോക്കുകയാണ് എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ നമുക്കൊരു അഫർമേഷൻ കൊടുക്കാമെന്ന് വെച്ചാൽ, അഫർമേഷൻ എന്ന് വെച്ചാൽ സ്മോൾ സെൻറ്റൻസസ് റിപ്പീറ്റായിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനെന്താ പറയുന്നതെന്ന് വെച്ചാൽ, മൈ കറേജ് ഈസ് ബിഗർ ദാൻ മൈ ഫിയർ എന്ന് പറയാം. എൻ്റെ ധൈര്യം എൻ്റെ ഫിയറിനേക്കാൾ മേലെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് ഫോക്കസ് ഓൺ പ്രോഗ്രസ് നോട്ട് ദ പെർഫെക്ഷൻ. നമ്മളെല്ലാവരും പെർഫെക്ഷനിസ്റ്റാണ്, എല്ലാം പെർഫെക്ഷനായിട്ട് ചെയ്യണം. അതങ്ങെടുത്ത് മാറ്റുക. പെർഫെക്ഷനായിട്ട് ചെയ്യുക എന്നുള്ളതിലല്ല കാര്യം, ആ കാര്യം ചെയ്യുക എന്നുള്ളതിലല്ലേ. ഈ പെർഫെക്ഷനിലൂടെ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ച് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാതിരിക്കും. അതിലും നല്ലത് ജസ്റ്റ് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഫ്യൂച്ചറിൽ പെർഫെക്റ്റ് ആക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ആ പ്രോഗ്രസ്സിലാണ് കാര്യം. അല്ലാതെ ഭയങ്കര എല്ലാം നേടിയിട്ട് എല്ലാം ചെയ്യാൻ ഇരിക്കുന്ന പല ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എന്നാണോ എല്ലാം നേടാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി ഇപ്പോഴേ അവർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർ അതിലൊക്കെ പ്രോയായി മാറും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇതിലിരിക്കുന്ന പല ആൾക്കാരും പല സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാം നേടിയിട്ടേ ഞാനത് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, അല്ലാതെ സ്റ്റാർട്ട് ചെയ്യത്തില്ല. എനിക്ക് പെർഫെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫെക്ഷനൊക്കെ നല്ലത് തന്നെയാണ്. ഒരു ആക്ഷനും എടുക്കാതെ പെർഫെക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? പെർഫെക്ഷൻ വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അത് പെർഫെക്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തന്നെ. നെക്സ്റ്റ്, വിഷ്വലൈസ് ദ വിൻ നോട്ട് ദ ലോസ്. അതായത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, അതായത് കണ്ണടച്ച് നമ്മൾ ആ ഒരു കാര്യം സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്ന പോലെ, ആ സക്സസ്ഫുള്ളായിട്ട് നേടുന്നത് പോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, മനക്കണ്ണിൽ കാണുക. അപ്പോൾ പതിയെ നമുക്കത് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ വിഷ്വലൈസേഷൻ, അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഇതിൻ്റെ പുറമേയുള്ള ടെക്നിക്കുകളാണ്. പക്ഷെ നമ്മൾ ആക്ഷൻ എടുക്കാൻ ഇത് മാത്രം എഴുതിയിട്ട് കാര്യമില്ല, ഇത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല, ആക്ഷൻ എടുക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പതിയെ ചെയ്യുക. ഈ പേടി എന്ന് പറയുന്നത് എടുത്ത് കളയുക. ഒരു കാര്യം പേടി മാറണേ നമ്മൾ എന്ത് ചെയ്യണം? ആ പേടി അങ്ങോട്ട് ചെയ്യണം. പിന്നെ നമുക്ക് ആ പേടി വരത്തില്ല. വലിയ ഫോബിയാസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവർ ആണെങ്കിൽ പല ആൾക്കാർക്കും സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിരിക്കാം, ഒന്ന് സംസാരിക്കാനാവാം, ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് ഇപ്പോഴും ചെയ്യാതിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ, ഈ ഒരു 7 സ്റ്റെപ്പുകൾ നിങ്ങളൊന്നും ചെയ്ത് നോക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ലോകത്ത് ഒരാളും അയ്യോ ട്രൈ ചെയ്തല്ലോ എന്നും പറഞ്ഞിട്ട് റിഗ്രറ്റ് ചെയ്തതായിട്ട് എനിക്കറിയത്തില്ല. ചിലപ്പോൾ കാണുമായിരിക്കും അല്ലേ, എന്തായാലും എൻ്റെ അറിവിലില്ല. പക്ഷേ നമ്മളത് ട്രൈ ചെയ്തില്ലല്ലോ എന്ന് കരുതി റിഗ്രറ്റ് ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ അവരിൽ ഒരാളാവാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ഈ നിമിഷം അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഫിയർ ഡിസപ്പിയർ ഓൺലി വെൻ യു വോക്ക് ത്രൂ ഇറ്റ്. നിങ്ങൾ അതുവഴി നടക്കാതെ നിങ്ങൾക്ക് അതൊരിക്കലും ആ ഒരു പേടിയിൽ നിന്ന് കരകയറാൻ പറ്റില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഞാൻ എല്ലാം എൻ്റെ ഫിയർ ഓവർകം ചെയ്ത് ഞാൻ എല്ലാം നമ്മളിങ്ങനെ വെട്ടിപ്പിടിക്കത്തില്ലേ, നമ്മളുടെ ആ പേടിയോട് കൂടി അത് വെട്ടിപ്പിടിക്കത്തില്ലേ, ആ ഒരു സുഖമുണ്ട്. നിങ്ങളത് ചെയ്ത് നോക്കുക. അതിനുശേഷം ഈ ഒരു ചാനലിൽ ഈ വീഡിയോ ഉണ്ടാവും. നിങ്ങളത് ചെയ്ത് സക്സസ് ആയിട്ട് ഇവിടെ വന്ന് താഴെ വന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഞാനത് ചെയ്ത് നോക്കി, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റി. ഈവൻ അതൊരു സ്മോൾ കാര്യം ആയിക്കോട്ടെ, വളരെ ചെറിയ കാര്യം, നിങ്ങൾ ഇതുവരെ ചെയ്യുന്നില്ല, ചെയ്യാതെ മാറ്റി വെച്ചൊരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.